എത്രയൊക്കെ ശ്രദ്ധ കൊടുത്താലും ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ പതറിപ്പോകുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് എനിക്ക് ദോശ തന്നെയാണ് കേട്ടോ. വളരെ എളുപ്പമാണ് ദോശ ഉണ്ടാക്കാനായിട്ട്. നല്ല ഭംഗിയിലും നല്ല ക്രിസ്പി ആയിട്ടും നല്ല മൊരിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അത്ര കഷ്ടപ്പാടൊന്നുമില്ല. പക്ഷേ അത് ക്യാമറ ഓൺ ചെയ്യാതിരിക്കുമ്പോൾ മാത്രം എനിക്ക് നന്നായിട്ട് കിട്ടും. ക്യാമറ ഓൺ ചെയ്ത് വെക്കുമ്പോൾ ദോശ ഇതുപോലെയാണ് വരുന്നത്. നല്ല മാവായിരുന്നു, നന്നായിട്ട് ഉണ്ടാക്കിയതായിരുന്നു. എന്നാലും എന്തുകൊണ്ടാണ് ഇതുപോലെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. നമ്മൾ ഫോൺ ഓൺ ചെയ്ത് വെച്ചാൽ അപ്പം ദോശ അങ്ങോട്ട് പരത്തുന്ന സമയത്ത് ചുരുണ്ട് കൂടുകയാണ് കേട്ടോ. അപ്പോൾ 3-4 വീഡിയോ എടുത്തിട്ട് എനിക്ക് അവസാനം മതിയായിട്ട് ഞാനിതാ അവിടെ ദോശ ഉണ്ടാക്കി മടുത്തു. എന്തായാലും കുട്ടികൾക്കൊക്കെ നേരത്തെ നല്ല ദോശ, മൊരിഞ്ഞ ദോശ ഉണ്ടാക്കി കൊടുത്തു. പലരും പറയാറുണ്ട് നമ്മുടെ ദോശയ്ക്ക് കുറച്ച് കട്ടി കൂടുതലാണ്, ഇങ്ങനെയല്ല ദോശ ഉണ്ടാക്കണമെന്നൊക്കെ. എനിക്കും നല്ല പേപ്പർ ദോശയാണ് ഇഷ്ടം. പിന്നെ ഇങ്ങനെ ചെറിയ കട്ടിയുള്ള ദോശയും കഴിക്കാറുണ്ട് കേട്ടോ. അത് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ പേപ്പർ ദോശയാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ എന്തായാലും ഇതൊക്കെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദോശയ്ക്ക് കമൻറ്റുകൾ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ ദോശ ഇങ്ങനെയല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, ദോശ ഇങ്ങനെ നമ്മൾ പരത്തുന്ന സമയത്ത് ഇങ്ങനെ ചുരുണ്ട് വരികയാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കല്ല് ഫുള്ളും അങ്ങോട്ട് പരത്തിയെടുക്കും നല്ല നൈസായിട്ട് പേപ്പറായിട്ട്. അപ്പോൾ വേനൽക്കാലം കഴിയുമ്പോഴത്തേക്ക് ഇതാ മഴക്കാലം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്തവണ നേരത്തെ മഴ എത്തിയിട്ടുണ്ട്. എല്ലായിടത്തും മഴ പെയ്യുന്നുണ്ടെന്നാണ് ന്യൂസിലൊക്കെ കണ്ടത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ രാവിലെ നേരവും അല്ലെങ്കിൽ വൈകുന്നേരവും ഒക്കെ പെട്ടെന്ന് തന്നെ മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ മഴയുണ്ടാവും, ഒരു 9-10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് വെയിലായിക്കോളും. അപ്പോൾ എന്തായാലും ഈ ഒരു മഴ പെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അടുക്കളയിൽ ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ചൂടുള്ള ദോശയും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ച് ഇന്നത്തെ ദിവസം നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ ഇടാനായിട്ട് ബുദ്ധിമുട്ടല്ല, ഒരു മടി കാരണം അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. കുറേ വീട്ടിൽ പണികളുണ്ടായിരുന്നു. കുറച്ച് ദിവസം നമ്മൾ വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് അധികം പണികളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലത്തെ ഇത്തിരി തിരക്കൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മളിതാ പുറകിലുള്ള അടുക്കളുടെ അവിടെ വന്നിട്ടുണ്ട്. അടുക്കള ആകെ എന്താ പറയുക അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. കുറച്ച് ദിവസം ഇല്ല, അതുകൊണ്ട് തന്നെ അടുക്കള ഇതായിട്ട് കിടക്കുകയാണ്. പിന്നെ കുറച്ച് വിറകൊക്കെ നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 10 മണിയായപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ വിറക് പൊളിക്കുന്ന യന്ത്രം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ വിറക് വണ്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ പൊളിക്കുകയാണല്ലോ. പഴയ പോലെ ആൾ വിട്ടിട്ടൊന്നും പൊളിക്കുകയല്ല. അപ്പോൾ അവർ വന്നപ്പോൾ എന്തായാലും കുറച്ച് മുട്ടിയും അങ്ങനെ കുറേ വെട്ടാൻ പറ്റാത്ത വിറകുകളൊക്കെ ഉണ്ടായിരുന്നു. ഏട്ടൻ കുറച്ചൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വിറകുകൾ ഇതാ ഒരു മുറ്റത്ത് കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മൊക്കിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വിറക് പെരയിൽ കുറച്ച് മുട്ടികളും കൂടെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗത്തെയും എല്ലാം കൂടെ എടുത്ത് അതൊക്കെ ഒന്ന് വെട്ടി അടുക്കി വെച്ചാൽ ഇനിയിപ്പോൾ മഴക്കാലം അങ്ങോട്ട് തുടങ്ങിയല്ലോ. അപ്പോൾ എന്തായാലും മഴക്കാലം നന്നായിട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്കുള്ള വിറകൊക്കെ ഒന്ന് ശേഖരിച്ച് വെച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അടുക്കള കാര്യങ്ങൾ എല്ലാം നമ്മൾ വിറകടുപ്പിൽ വെച്ചില്ലെങ്കിൽ നമുക്ക് ചോറെങ്കിലും വെക്കണമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഗ്യാസിൽ നമ്മൾ ചോറ് വെച്ചിട്ട് മുതലാവില്ല. വാങ്ങിക്കുന്ന അരിക്കൊക്കെ ഭയങ്കര എന്താണ് വേവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഗ്യാസിൽ വെച്ചാൽ മുതലാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണു, വിറകൊക്കെ ഒന്ന് വെട്ടാനായിട്ട് എടുത്തിടുകയാണ് കേട്ടോ. അപ്പോൾ വിറക് വെട്ടാനായിട്ട് ആൾ വന്നിട്ടുണ്ട്, വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടിൽ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ അടുപ്പിൻ്റെ അവിടുത്തെ ഉള്ള കുറച്ച് തടിയുള്ള വിറകും ഇതവിടെ കുറച്ച് നല്ല വണ്ണമുള്ള വിറകൊക്കെ ഏട്ടന് വെട്ടാൻ പറ്റാണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം കൂടെ അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് പൊളിച്ച് വെച്ചാൽ നമുക്കൊന്ന് ഇതാക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാം കൂടെ മുറ്റത്ത് കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരെയും കൂട്ടിയിട്ടാണ് ഞാൻ ഈ പണിയൊക്കെ ചെയ്യണത്. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളിനെ ഇതുപോലത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യിപ്പിക്കുന്നതൊക്കെ നല്ലതാണ് അല്ലേ. എപ്പോഴും ടി വിൻ്റെ മുമ്പിലും അല്ലെങ്കിൽ ഫോണിൻ്റെ മുമ്പിലൊക്കെ ഇരുത്തി വെച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇതുപോലെ ചെറിയ പണികളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിള്ളേർക്ക്. അപ്പോൾ വിറകൊക്കെ ഒന്ന് അങ്ങോട്ട് മുറ്റത്ത് അങ്ങോട്ട് ഇട്ടിയപ്പോൾ നമ്മുടെ ആ ഒരു വിറക് ചാളയുണ്ടല്ലോ, അതായത് വിറക് പെര, അതൊക്കെ അടിഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് ചപ്പും പൊടിയും അല്ലെങ്കിൽ വിറകിൻ്റെ തുണ്ടും മുറിയും പറഞ്ഞ പോലെയൊക്കെ കിടക്കായിരുന്നു. അതൊക്കെ ഒന്ന് അപ്പം തന്നെ അടിച്ച് വൃത്തിയാക്കിയിട്ട് വിറക് ഇനിയിപ്പോൾ അടുക്കി വെക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കി വെച്ചു. പിന്നെ കുറേ ഓലകളൊക്കെ നമ്മൾ മഴ വരുന്നു പറഞ്ഞിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് വാരി കെട്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുറച്ച് അങ്ങോട്ട് ഊരിയെടുത്തിട്ട് അങ്ങനെ കറ പുറമൊന്നും അങ്ങോട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് അടുക്കി പെറുക്കി ഒന്നുകൂടെ കെട്ടി വെക്കണം.
ഇനിയിപ്പോൾ വിറക് വെട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് അടുക്കി വെക്കണം. അപ്പോൾ എല്ലാം കൂടെ നമുക്കൊന്ന് വിറക് വരെ ഒന്ന് വൃത്തിയാക്കണ പണിയാണ് ഇന്ന് മെയിനായിട്ട് കേട്ടോ. അങ്ങനെ വിറക് ചാള വൃത്തിയാക്കണതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അടുപ്പത്ത് തീയൊക്കെ ഇട്ട് ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അരിയൊക്കെ ഒന്ന് വെന്ത് വരാറാവണേ ഉള്ളൂ, കുറച്ച് നേരം ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ചോറൊന്ന് വേവുമ്പോഴേക്കും നമുക്ക് അടുക്കളയിൽ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വിറകൊക്കെ വട്ടി വെച്ചാൽ കൈ വഴിയെ അടുക്കി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വിറക് വെട്ടി വെച്ചാൽ മുറ്റത്ത് തന്നെ ഇടാൻ പറ്റില്ല, കൈ വഴിയെ ഞാൻ അടുക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ചോറൊക്കെ ഒന്ന് തിളച്ച് വേവട്ടെ. അങ്ങനെ തൊട്ടടുത്ത വീട്ടിൽ വിറകൊക്കെ വെട്ടിയിട്ട് അത് ആ ഒരു വണ്ടി നമ്മുടെ വീട്ടിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേലിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് അങ്ങനെ വീട്ടിൻ്റെ അകത്ത് തന്നെ പെട്ടി ഓട്ടോ വന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു യന്ത്രം കൊണ്ടാണ് കേട്ടോ നമ്മൾ വിറകൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുന്നത്. പണ്ടത്തെ പോലെ ആളിനെ വിട്ടിട്ടൊന്നും അല്ല ഇപ്പോൾ എല്ലാവരും ചെയ്യണത്. എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞാൽ ആളിനെ കിട്ടാനില്ല കേട്ടോ. പഴയ പോലെയല്ല, നമുക്ക് ഈ വിറക് വെട്ടാനാണെങ്കിലും തേങ്ങ ഇടാനാണെങ്കിലും ആളെ കിട്ടാനേ ഇല്ല. എല്ലാം യന്ത്രങ്ങളാണ്. ഒന്നാമത് ആരും വിളിച്ചാൽ വരാണ്ടായി, എല്ലാവർക്കും മടിയായി. പണ്ടത്തെ പോലെ അങ്ങനെ പണിയെടുക്കാനൊന്നും പറ്റാണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വിറക് പൊളിക്കുന്ന യന്ത്രമൊക്കെ വന്ന് ഒരു മുട്ടിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വിറക് പൊളിക്കുന്നത് നോക്കുന്നുണ്ട്, എൻ്റെ പണികളും ഇടയ്ക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മഴക്കാലം വരുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ വീട്ടമ്മമാരും ഇങ്ങനത്തെ പണികളൊക്കെ ഒരുക്കി വെക്കില്ലേ, വിറക് അടുക്കി വെക്കൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ, അതില്ലെങ്കിൽ ഉണക്കി വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ അരി പൊടിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വെയിലുള്ള സമയത്ത് എല്ലാം മഴക്കാലത്തേക്കുള്ളതെല്ലാം ചെയ്തു വെക്കില്ലേ. അപ്പോൾ ഞാനും കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ഓരോ ദിവസം ചെയ്തുകൊണ്ട് പോകണം. അപ്പം മഴക്കാലം ആകുമ്പോഴത്തേക്ക് എല്ലാ പണികളും തീർക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വിറക് പൊളിക്കുന്ന ആ ഒരു പണികളൊക്കെ എന്തായാലും ഇന്ന് നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്രത്യക്ഷമായിട്ട് വന്നതാണ്. ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു വിറകൊക്കെ ഒന്ന് കീറി വെക്കണം, റെഡിയാക്കി വെക്കണം. പിന്നെ ഇപ്പോൾ ഏട്ടൻ പൊളിച്ച് തരും, പക്ഷേ ഏട്ടൻ്റെ സമയത്തിനും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സമയത്തൊന്നും നമുക്ക് വിറക് ആയി കിട്ടില്ല കേട്ടോ. ഏട്ടനെ തോന്നണം, ഏട്ടനെ വിറക് വെട്ടണം എന്ന് തോന്നിയാൽ മാത്രമേ അങ്ങനെ വെട്ടിത്തരുള്ളൂ. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ മെനക്കെട്ട് അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിലും ആളുടെ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ചെയ്തു തരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും പൈസ പോയാലും കുഴപ്പമില്ല, നമുക്ക് മഴയാകുമ്പോൾ പിന്നെ വിറക് വെട്ടാനായിട്ട് പിന്നെ ബുദ്ധിമുട്ടായിരിക്കും, മഴയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ ഒരു പണി അങ്ങോട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു വിറക് വെട്ടുന്നത് മണിക്കൂറിനാണ് കേട്ടോ പൈസ കൊടുക്കുന്നത്. മണിക്കൂറിന് 750ഒക്കെയാണ് നമ്മുടെ അവിടെ വാങ്ങിക്കുന്നത്. മിനിമം ചാർജ് അവർ വാങ്ങിക്കട്ടെ. നമുക്കിപ്പോൾ ഒരു മണിക്കൂറൊന്നും വെട്ടാനായിട്ടുണ്ടായിരുന്നില്ല, ഒരു 10-35 മിനിറ്റ് 40 മിനിറ്റിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിനിമം ചാർജ് അവരുടെ 600 രൂപയാണ്. അപ്പോൾ അത് കൊടുത്തിട്ടാണ് നമ്മൾ വിറകൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണെങ്കിലും വിറകൊക്കെ ഒന്ന് പൊളിച്ച് കിട്ടിയത് തന്നെ വല്ലാത്തൊരു സമാധാനം തന്നെ ഉണ്ട്. അപ്പോൾ ഞാനെന്തായാലും വിറകൊക്കെ അടുക്കി വെക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാനിതാ അടുക്കളയിൽ വന്ന് കൂട്ടാനുള്ള ഇതൊക്കെ പരിപ്പൊക്കെ ഒന്ന് വേകാനായിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പരിപ്പും തക്കാളിയും ഒരു സവാളയൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വിറകടുക്കി വെക്കുമ്പോഴത്തേക്ക് അതൊന്ന് വെന്ത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുക്കറിനകത്ത് വെച്ചതാണ് കേട്ടോ. അതിന് ശേഷം ഞാനിതാ വീണ്ടും വന്ന് നമ്മൾ വിറകൊക്കെ ഒന്ന് ബാക്കിയുള്ളതും കൂടെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചു. അപ്പോൾ കുറച്ച് ഇങ്ങനെ പൊടിയുള്ള വിറകൊക്കെ ഉണ്ട് കേട്ടോ, അതായത് ഉറവം വന്നിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് അടുക്കി വെച്ചു. ബാക്കിയുള്ളതൊക്കെ എല്ലാം ഒന്ന് ഇതാക്കി വെച്ചു കേട്ടോ. ചിലരൊക്കെ വിറക് അടുക്കി വെക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇതിപ്പോൾ എത്രത്തോളം ചന്തമുണ്ടെന്നൊന്നും അറിയില്ല. പെട്ടെന്ന് തന്നെ അതൊക്കെ ചെയ്തിട്ട് എനിക്ക് അടുക്കളപ്പണിയും ഇതും എല്ലാം നോക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ തന്നെ നിൽക്കാനും പറ്റില്ല. എന്നാലും ഏകദേശം ഒരുവിധമൊക്കെ തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പൊടി ഉണ്ടായിരുന്നു, പൊടി വിറകുകൾ, അതൊക്കെ ഒരു ചാക്ക് വിരിച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചോറ് വയ്ക്കുന്ന അതിൻ്റെ കൂട്ടത്തിൽ 2 വിറകും വെച്ച് ഈ പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചോറോ കൂട്ടാനൊക്കെ ആയി വരും. അപ്പോൾ ഞാൻ എന്തായാലും ചോറൊക്കെ ഊറ്റിയിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ അപ്പോഴത്തേക്ക് ആയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വാർത്ത് വെച്ചു.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അടുക്കളയിൽ വിറകൊക്കെ അടുക്കി വെച്ചത്. ചന്തം ഉണ്ടാകുന്നൊക്കെ പറയണം. പിന്നെ കുറച്ച് ഓലയും ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കെട്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മഴക്കാലത്തേക്കുള്ള ആ ഒരു സെറ്റപ്പൊക്കെ ആക്കി വെച്ചു. പിന്നെ ഇതാ കഴിഞ്ഞ ദിവസം ഏട്ടൻ എന്താണ് ഇവിടെ ഷീറ്റൊക്കെ ഇട്ട് തന്നതാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് നമ്മൾ തീ കത്തിക്കുന്ന ആ ഒരു ഭാഗത്ത് ഓട്ടയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് ഷീറ്റ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുക്കളയിൽ നന്നായിട്ട് ചോർച്ചയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെയും ഒരു ഷീറ്റൊക്കെ അങ്ങോട്ട് എടുത്തിട്ടിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് കെട്ടിയൊന്നും വെച്ചിട്ടില്ല, സമയം കിട്ടുമ്പോൾ കെട്ടി വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഴക്കാലമായ ഓടിട്ട വീടുകളുടെ അവസ്ഥ ഇതൊക്കെയാണ്. വല്ലാത്ത പേടിയാണ് കേട്ടോ മഴ വരുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും പേടിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. നല്ലൊരു വീട് ഉണ്ടാകണവരെയൊക്കെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇതാ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഇതാ ആ ഒരു വഴിക്ക് അങ്ങോട്ട് നടക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കറിയൊക്കെ ആയിട്ടുണ്ട്. പരിപ്പും മുരിങ്ങക്കായും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള കറിയൊക്കെ ആയി. പിന്നെ ഇതാ മുട്ടയുണ്ടായിരുന്നു ഫ്രിഡ്ജിനകത്ത്. അപ്പം ഞാൻ ഒരു 2 മുട്ടയും കൂടെ പൊരിക്കുകയാണ്. ഉപ്പേരിയും വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ മുട്ട പൊരിച്ചതും സാമ്പാറും, ചെറിയൊരു സിമ്പിളായിട്ടൊരു സാമ്പാറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ മുട്ട പൊരിക്കുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ അടച്ച് വെച്ച് പൊരിക്കുകയാണെങ്കിൽ നല്ല എന്താ പറയുക പൊങ്ങിയിട്ട് നല്ല വലുപ്പത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഈ രഹസ്യം മിക്ക ആൾക്കാർക്കും അറിയാം. ചിലരൊക്കെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ പൊരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് നമ്മളിപ്പോൾ എത്ര മുട്ട ഇട്ടിട്ട് പൊരിച്ചാലും അത് അങ്ങനെ അങ്ങോട്ട് പൊന്തി വരില്ല കേട്ടോ. ഇതാകുമ്പോൾ പിന്നെ നല്ല പൊന്തി നല്ല കനത്തിൽ എന്താ പറയുക നല്ല ഒരു 2 മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 4 മുട്ട ഇട്ടിട്ട് പൊരിച്ച ആ ഒരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു സീക്രട്ടാണ് കേട്ടോ ഈ ഒരു അടപ്പ് വെച്ച് അടച്ചിട്ട് മുട്ട പൊരിക്കുന്നത്. ഞങ്ങളുടെ മിക്ക ആൾക്കാർക്കും അറിയാം അങ്ങനെയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു സാമ്പാറാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമുള്ള സാമ്പാറാണ്. പിന്നെ മുട്ട പൊരിച്ചതും. അപ്പോൾ എന്തായാലും നമ്മുടെ മുരിങ്ങക്കായും പരിപ്പും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള കറി മുട്ട പൊരിച്ചതൊക്കെ റെഡിയായി അതൊക്കെ ഇങ്ങനെ കഴിച്ചു. അതിനുശേഷം ഞാൻ തുണിയൊക്കെ അലക്കി കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ അവിടെ ഒരു 3 ആയപ്പോൾ ഞാൻ അക്ഷയ വരെ വന്നതാണ് കേട്ടോ. അപ്പോൾ അക്ഷയയിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റേഷൻ കാർഡ് കുറേ ദിവസമായി നമ്മൾ സ്മാർട്ട് കാർഡ് ആക്കാൻ കൊടുത്തിട്ട്. അപ്പോൾ അതിൽ കൊടുത്തിട്ട് 1 മാസമായിട്ട്. അപ്പോൾ പേരിൽ ഒരു ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നപ്പോൾ അതിങ്ങനെ ഡിലേ ആയി വന്നിങ്ങനെ കൊടുക്കാനും അല്ലെങ്കിൽ ഇതൊക്കെ ആയിട്ട് അവരിങ്ങനെ താമസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും എനിക്ക് ഒഴിവ് കിട്ടിയപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചേച്ചീൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ ആൾ ഇങ്ങനെ ചോദിച്ചു എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, നമുക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ എന്തായാലും അക്ഷയയിൽ തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ വേഗം തന്നെ അക്ഷയയിൽ നിന്ന് വരാനായിട്ട് പറ്റി. അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ഒരു തട്ടുകടി ഉണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ചൂടായിട്ടുള്ള പലഹാരം ഉണ്ടാവും വൈകുന്നേരം. അതായത് പൊക്കവട അല്ലെങ്കിൽ ബോണ്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചൂടായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ പൊക്കവടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരും. പിള്ളേർക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇന്നാണെങ്കിൽ പിള്ളേർ കുറച്ച് പണിയൊക്കെ എടുത്തിട്ടുള്ള ഒരു ദിവസമായതുകൊണ്ട് തന്നെ അപ്പോൾ അവരെന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും പണിയെടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് തോന്നും അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും പൊക്കവട വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ, നമ്മൾ അക്ഷയയിൽ പോയിട്ട് വരുന്ന വഴിയിൽ. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മുടെ ഈ പാടമൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് വണ്ടിയൊക്കെ ഒന്ന് നിർത്തി ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് തന്നെ പാടത്തൊക്കെ അങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതാ കണ്ടില്ലേ, എത്രത്തോളം കാണുന്നത് അറിയില്ല. വൈകുന്നേരം ആയപ്പോൾ കുട്ടികൾ ഏറ്റുമീൻ പിടിക്കുക പറയില്ലേ, നമ്മുടെ വെള്ളമൊക്കെ വരുന്ന സമയത്ത് മീൻ പിടിക്കുക, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആട് ഒക്കെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, പശുവിനെയൊക്കെ തീറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നിറഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എനിക്ക് ചമ്മലാണ് കേട്ടോ. ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ നോക്കുമ്പോൾ ഒരു മടിയാണ്. അപ്പോൾ ഞാൻ അധികം നേരം വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അങ്ങനെ നേരെ അങ്ങോട്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ചായയൊക്കെ ഇട്ട് ഞങ്ങളിതാ പൊക്കവടയൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ പൊക്കവടയൊക്കെ കഴിച്ച് പിന്നെ ഇന്നിപ്പോൾ കുട്ടികൾ ഇവിടെ പുല്ല് പറിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുല്ലൊക്കെ പറിക്കാനായിട്ട് പറഞ്ഞ സമയത്ത് അവർ അവിടുത്തെ പുല്ലൊക്കെ പറിച്ചിട്ട് നമ്മൾ നേരത്തെ പയറൊക്കെ കുത്തിയിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പാത്തി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയൊരു അടയാളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും ആ ഒരു അടയാളം നോക്കിയിട്ട് തന്നെ ചെറുതായിട്ട് പാത്തി അവരെ കൊണ്ട് പറ്റണ പോലെ ഇങ്ങനെ
പയറോ എന്തെങ്കിലുമൊക്കെ കുത്തിയിടുന്ന പോലെ പാത്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ പുല്ലൊക്കെ ഒന്ന് പറക്കി, മഴ പെയ്തതല്ലേ, അപ്പോൾ പുല്ലൊക്കെ ഇനിയിപ്പോൾ കൂടുന്ന ഒരുപാടാകണ മുന്നേ ഒക്കെ പറിച്ച് വെച്ചാൽ ഇത്തിരി ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറിക്കാനായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ രണ്ടുപേരും പാത്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറിച്ചിട്ട് പാത്തിയൊക്കെ എടുത്ത് ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ കുത്തിയിട്ട് അതിൻ്റെ ബാക്കി കുറച്ച് വിത്തുണ്ടായിരുന്നു, മുളയ്ക്കുമോയെന്നൊന്നും അറിയില്ല. അത് കേടൊന്നും വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിതാ അതൊക്കെ ഒന്ന് അവിടെ തന്നെ കുഴിച്ചിടുകയാണ്, കൈ വഴിയെ കുഴിച്ചിടുകയാണ് കേട്ടോ. ആ പാത്തിയിൽ തന്നെ അങ്ങോട്ട് കുഴിച്ച് ഇടുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പിന്നെ പിന്നെ പറഞ്ഞാൽ അതങ്ങനെ പാത്തി എടുത്തത് അങ്ങനെ തരിശ് പോലെയാവും. അപ്പോൾ എന്തായാലും വിത്ത് കുത്തിയിടലും എല്ലാം അങ്ങനെ നടക്കുന്നുണ്ട്. പിള്ളേർ ഇതാ അവിടെ ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ തവണ പാത്തി എടുത്തിട്ട് മഞ്ഞളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത്തവണയും അതുപോലെ മഞ്ഞളൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണ്. അപ്പോൾ ഒരു പാത്തി എടുത്തിട്ട് ഏട്ടൻ മഞ്ഞളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ടൂറൊക്കെ കഴിഞ്ഞ് ഊട്ടിക്കൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ഇത് അവിടെ കണ്ടില്ലേ, ഈ ഒരു പച്ചില വെച്ച് മൂടിയിരിക്കുകയാണ്. അത് പാത്തിയൊക്കെ എടുത്തിട്ട് മഞ്ഞൾ വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഇപ്പോൾ പിള്ളേർ എടുത്തത്. അപ്പോൾ എന്തായാലും കുട്ടികൾ പയർ വിത്ത് കുത്തിയിട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്തായാലും ആ ഒരു കയ്യിലുള്ള പയർ അവിടെ ഇട്ടു കേട്ടോ. ബാക്കി സ്ഥലം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ പയർ വിത്ത് കുത്തിയിടലൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോസ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ ബൈ.